ഹലോ ഗൈസ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്തായ ബാസിത്തും ഫാമിലിയുമാണ്. ഇന്നത്തെ യാത്ര നമ്മൾ എത്തിപ്പെട്ടത് വയനാട്ടിലെ മേപ്പാടിയിലുള്ള ബോച്ചേഴ്സ് 1000 ഏക്കേഴ്സിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ, തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് എൻട്രൻസിൽ കയറുന്നവിടെ തന്നെ ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടീ ഫാക്ടറി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ടെന്ന് തന്നെ പറയാം. ഇവിടെ ആരും കാണുന്നില്ല. നമുക്ക് ടീ ഫാക്ടറിയിലോട്ടൊക്കെ ഒന്നും കയറാൻ പറ്റില്ല. നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ തോട്ടം, തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല രസത്തിലാണ് പോകുന്ന വഴിക്കൊക്കെ. പിന്നെ റോഡ് വളരെ കുറച്ച് മോശമാണ്. റോഡ് ടാറിങ്ങൊക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. ടാറിങ്ങൊന്നും കംപ്ലീറ്റ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. രാത്രിയാണ് കളി വരുന്നത്. ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ റോഡ് വളരെ മോശമാണ്. ചില അതിൻ്റെ വീതി കൂട്ടുന്നൊക്കെ എന്തോ പരിപാടിയിലാണ് തോന്നുന്നത്. എന്തായാലും വരുന്ന ഭാവിയിൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള പരിപാടിയിലാണെന്ന് പറഞ്ഞു അവിടെയുള്ളവർ. എന്തായാലും ഒരു വർഷത്തിന് ഉള്ളിൽ ഏകദേശം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇവിടെ മാറുന്നുള്ള ഒരു ഉറപ്പ് അവർ പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ട് മാറുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. നമ്മൾ ഈ കാണുന്ന കളറായിട്ട് വരുന്ന തമ്പുകൾ പറഞ്ഞാൽ അവിടെ ഓരോ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള തമ്പുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബബിൾ തമ്പും കാണുന്നുണ്ട്. ഇതൊന്നുള്ളൂ. അവിടെ വരുന്ന ചാർജ് പറഞ്ഞാൽ 11,500 രൂപയാണ് ഒരു ദിവസത്തേക്ക് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിൽ ഏകദേശം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓഫീസിലോട്ടാണ് നേരിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓഫീസ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ്സ് ആണ്. കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ. ഇവിടെ ഒന്ന് നല്ല ഫുൾ കവറേജ് ആയിട്ട് മൊത്തത്തിൽ കാണുന്നുണ്ട്. നല്ല കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്തേ വന്നോളൂ. മറ്റേ ഭാഗത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മേപ്പാടി ടൗണിലെത്തിയപ്പോൾ ഞങ്ങളിതായി ജൂലൈ 30 എന്ന കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട വരുന്നത് നമ്മളെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ നാശം വിതച്ച നമ്മളെ ഫാമിലിയും വീടും എല്ലാം നാശനഷ്ടം സംഭവിച്ച നമ്മളെ നൗഫൽ ഖാൻ്റെ കടയാണത്. പിന്നെ നൗഫൽ ഖാനാണ് നടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു നാട്ടുകാർ വെച്ച് കൊടുത്തൊരു കടയാണ്. അവർക്കിപ്പോൾ വീടൊക്കെ ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ
അതുപോലെ തന്നെ ഷോപ്പിൽ തന്നെ അവരുടെ ഓർമ്മയിൽ മുണ്ടക്കൈ എന്നൊരു ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് മൊത്തം കാണിക്കാൻ ഒരു വ്യൂ മോഡലൊക്കെ വെച്ചിട്ട്. ഇതാണ് ഇവിടെ നശിച്ച പ്രദേശം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും ചെറിയ കടിയൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ചായയോട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നൗഫൽ ഖാൻ്റെ കൂടെ ബാസിയും ഞാനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ ജൂലൈ 30 എന്ന പേര് അദ്ദേഹം ഇട്ടത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.